കുറച്ച് പേടിക്കാനും കുറേ ചിരിക്കാനും കൂട്ടുകാർ തയ്യാറാണെങ്കിൽ നമുക്കൊരു കോമഡി ഹൊറർ സ്റ്റോറി ഉണ്ടാലോ. കുറച്ച് കൂട്ടുകാര് പ്രേതം കാരണം പുലിവാല് പിടിച്ചിരിക്കുന്ന ഒരു രസകരമായ കഥ. പറഞ്ഞു വരുന്നത് 2024 റിലീസായ പീസ്ഫുൾ പ്രോപ്പർട്ടി എന്ന വളരെ രസകരമായ ഒരു തായ് കഥയെ പറ്റിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഹോമിനെ കാണിച്ചുകൊണ്ടാണ്. ഹോം ഇപ്പോ വിദേശത്താണ് താമസിക്കുന്നത്. പെർട്ടിക്കുലർ പറഞ്ഞാല് അമേരിക്കയിലും. അവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച് ലൈഫ് ഭയങ്കര ജോളിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹോമിന്റെ ഫാമിലി തായ്ലൻഡിലാണുള്ളത്. തായ്ലൻഡിലെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ പയ്യനാണ് ഹോം. അങ്ങനെ അവന്റെ ഇപ്പോ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും വേഗം തന്നെ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കി TV ഓൺ ആക്കുമ്പോൾ കാണുന്ന ന്യൂസ് അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി ബാത്റൂമിൽ മരിച്ചു കിടക്കുന്നു എന്നതാണ്. അത് സ്വയം മരിച്ചതാണോ ആരെങ്കിലും കൊന്നതാണോ എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ആ ന്യൂസിൽ പറയുന്നുണ്ട്. അവൻ അതും കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോർ ആരോ തട്ടുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഈ സമയത്താണ് അകത്തുണ്ടായിരുന്ന TVയിലെ ആ ന്യൂസിൽ ഇവൻ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിലെ ഒരു താമസക്കാരിയായിരുന്നു ആ പെൺകുട്ടി എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. അവൻ ആകെ പാടെ പേടിക്കുന്നു. ഇതേ ടീം അവന്റെ പുറകെ ആരോ നിൽക്കുന്ന കണക്ക് തോന്നുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി പെട്ടെന്ന് പേടിച്ച് ഒരൊറ്റ ഇടി കൊടുക്കുന്നുണ്ട്. പ്രേതം അവനെ കൊല്ലാൻ വന്നതാണെന്ന് കരുതി ഇടി കൊണ്ട് അവൾ നിലവിളിക്കുമ്പോഴാണ് അയ്യോ ഇത് പ്രേതമല്ല അവന്റെ ഫ്രണ്ടാണ് എന്ന് മനസ്സിലാവുന്നത്. ആ ഫ്രണ്ട് മാത്രമല്ല, ഫ്രണ്ട് കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, ഒരു ചെറിയ പാർട്ടി ഹോമിന്റെ അടുത്ത് സെലിബ്രേറ്റ് ചെയ്യാനായി. പക്ഷെ വന്ന പടെ ഹോം ഇമാതിരി ഇടി ഇടിക്കുമെന്ന് അവരും വിചാരിച്ചില്ല. എന്തായാലും ഇടി കിട്ടിയ അവന്റെ ഫ്രണ്ട് ആവട്ടെ അവനോട് ഭയങ്കര കലിപ്പിലിരിക്കുകയാണ്. അവൻ ഞാൻ മനഃപൂർവ്വം ഇടിച്ചല്ലോ, പേടിച്ചിട്ട് അറിയാതെ സംഭവിച്ചല്ലേ എന്ന് അവളോട് പറയുന്നുണ്ട്. അവൾ പക്ഷെ ക്ഷമിക്കുന്ന മട്ടില്ല. ഇനി ക്ഷമിക്കണമെങ്കിൽ അവൻ അവളുടെ കൂടെ ഡേറ്റിന് ചെല്ലണമെന്ന് പറയുന്നു. ഇവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല. ഹോം ഒരു പ്ലേ ബോയ് ആണ്. അവൻ ആരെ കിട്ടിയാലും ലൈൻ അടിക്കാനായി നടക്കാണ്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ പെണ്ണും. അവൾ ഈ വീക്കെൻഡ് പോകാം, നമുക്ക് ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് വരാന്നൊക്കെ ഹോമിനോട് പറയുമ്പോഴേക്കും ഹോം പെട്ടെന്ന് ഫോൺ അടിച്ച് എന്റെ മുത്തശ്ശൻ മരിച്ചുപോയി, എനിക്ക് ഈ വീക്കെൻഡ് വീട്ടിൽ പോയേ പറ്റൂന്ന് അവളോട് പറയുമ്പോഴേക്കും അവൾക്ക് ഒരു ഡൗട്ട്. വേഗം ഫോൺ പിടിച്ചു വാങ്ങി നോക്കുമ്പോൾ ആക്ച്വലി ഇവൻ ആ ഒരു ഡേറ്റിൽ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കള്ളം പറഞ്ഞതാണ്. അങ്ങനെ ആ പെൺകുട്ടി ദേഷ്യപ്പെട്ട് പോകുമ്പോഴേക്കും അവനും പോകുന്നവള് പോട്ടെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് മട്ടില് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് വന്ന് സോറിടാ നിന്റെ മുത്തശ്ശൻ മരിച്ചല്ല ഇപ്പോഴും അറിഞ്ഞെന്നൊക്കെ പറഞ്ഞു അവനോട് സംസാരിക്കുമ്പോഴേക്കും അത് അവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞല്ലേ, എന്റെ മുത്തശ്ശന് ഒരു കുഴപ്പമില്ല, മുത്തശ്ശൻ നല്ല സ്ട്രോങ് ആയി തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അവൻ ആ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവനൊരു മെസ്സേജ് വരുന്നുണ്ട്. നോക്കുമ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത. അവന്റെ മുത്തശ്ശൻ മരിച്ചെന്നും എത്രയും പെട്ടെന്ന് അവൻ നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നുമായിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. അവൻ ആകെ ഷോക്കാവുന്നു. അപ്പൊ തന്നെ ആ ഒരു ഫ്രണ്ട് മുത്തശ്ശനെ പറ്റി പറഞ്ഞപ്പോഴും എന്റെ മുത്തശ്ശൻ ഭയങ്കര സ്ട്രോങ് ആ, മുത്തശ്ശനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാന്നൊക്കെ അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ അവൻ ആകെ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ പീച്ചിനെയാണ്. പീച്ച് ഒരു ഷെഫാണ്. ഇപ്പൊ തന്നെ പീച്ച് ഇതേ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വല്ലാതെ പേടിച്ച് അലറുന്നൊക്കെയുണ്ട്. ഇത് അടുത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന 2 ലേഡീസ് കാണുന്നു. അതിലൊരാൾ എന്ത് പറ്റി പീച്ചിനെന്ന് തിരക്കുമ്പോൾ പീച്ചിന് പ്രേതങ്ങളെ വളരെ പേടിയാണെന്ന് കൂടെയുള്ള ആൾ പറയുമ്പോൾ പ്രേതത്തിനെ പേടിയാണെങ്കിൽ രാത്രി പേടിച്ചാ പോരെ, ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് അവർ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്. പീച്ചിന് പ്രേതങ്ങളെ കാണാനുള്ള എന്തോ ഒരു എബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം അവൻ ഇങ്ങനെ ഈ ഒരു പകൽ സമയത്തും ആരൊക്കെയോ കണ്ട് പേടിച്ച് നിൽക്കുന്നത്. എന്തായാലും പീച്ചാകട്ടെ ഇപ്പൊ ഉണ്ടാക്കിയ ആഹാരം ഒരു ഫ്യൂണറൽ ഹോമിലേക്കാണ് കൊണ്ടുപോയി വെക്കുന്നത്. അവിടെ ഒരു ഫോട്ടോയുടെ മുന്നിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ച് മാറി നിൽക്കുമ്പോഴേക്കും ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആ മരിച്ച മുത്തശ്ശിയുടെ ആത്മാവ് വന്ന് ആ ഒരു ഫുഡ് കഴിക്കുന്നത് കാണാം. അവനാകട്ടെ അതും കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴേക്കും ആരോ വന്ന് അവനെ തോണ്ടി വിളിക്കുമ്പോൾ പേടിച്ച് അവൻ ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കുന്നു. ഇടിച്ച ശേഷമാണ് അത് അവന്റെ ഫ്രണ്ടായ ബെസ്റ്റ് ആയിരുന്നു എന്നത് അവൻ കാണുന്നത്. അങ്ങനെ ബെസ്റ്റ് ഇപ്പൊ പീച്ചിനെ കാണാൻ വന്നിരിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് പറയാനായിട്ടാണ്. ബെസ്റ്റിന് അവൻ ആഗ്രഹിച്ച കണക്ക് നല്ലൊരു റെസ്റ്റോറന്റിലെ ഷെഫായി ജോലി ലഭിച്ചിരിക്കുന്നു. നല്ല സാലറി ഉണ്ട്. സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഒരു വീട് വാങ്ങണം എന്നത് ബെസ്റ്റിന്റെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ജോലി സെറ്റ് ആയപ്പോൾ വീട് വാങ്ങാനുള്ള കാര്യങ്ങളും താൻ പ്ലാൻ ചെയ്യുന്നു എന്നതൊക്കെ ബെസ്റ്റ് പറയുമ്പോൾ പീച്ചിന് സുഹൃത്തിന്റെ ഈ ഒരു നേട്ടത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും തനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്ന സങ്കടവുമുണ്ട്. കാരണം പീച്ചും നല്ലൊരു റെസ്റ്റോറന്റിൽ ഷെഫ് ആവണമെന്നൊക്കെ വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല നിനക്ക് എന്തുണ്ട് വിശേഷം, എങ്ങനെ ഇരിക്കുന്നു സിസ്റ്റർ എന്നല്ല പീച്ചിന്റെ സഹോദരിയെ പറ്റി ബെസ്റ്റ് തിരക്കുമ്പോഴാണ് പീച്ചിന്റെ സിസ്റ്ററിനെ നമ്മൾ കാണുന്നത്. അവളുടെ പേര് പാങ് എന്നാണ്. പാങ് ഒരു യൂട്യൂബർ ആണ്. ബ്യൂട്ടി വ്ലോഗ്സ് ഒക്കെ ഇടുന്നതാണ് ആളുടെ മെയിൻ പരിപാടി. അങ്ങനെ ഇപ്പൊ തന്നെ പീച്ച് വീട്ടിലേക്ക് വരുമ്പോ അനിയത്തി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി വെട്ടം കിട്ടാൻ വേണ്ടി ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അവൾ ഒന്ന് കർട്ടൻ മാറ്റുമ്പോഴേക്കും അവിടെ ഒരു പ്രേത രൂപത്തെ പീച്ചിന് കാണാം. അവൻ പേടിച്ച് അലമുറയിട്ട് ബഹളം
ബഹളം വെക്കുമ്പോഴേക്കും വീഡിയോ ഓഫ് ചെയ്ത് പാങ് നേരെ പീച്ചിന്റെ അടുത്തേക്ക് എത്തി. നിനക്ക് ഇപ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടോ? എത്ര വർഷമായിട്ടുണ്ട് ഇത്? നിനക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചത്, ഇപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് പീച്ചിനെ സമാധാനിപ്പിക്കാനായി നോക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ, ഇത് എന്നെ കൊണ്ടേ പോകുന്നു തോന്നുന്നു. എനിക്ക് മാത്രമായിട്ട് ഇതൊക്കെ എന്റെ കണ്ണി കാണാൻ സാധിക്കുമ്പോ ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കുന്നല്ല. പീച്ച് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ് അനിയത്തി സമാധാനിപ്പിക്കുമ്പോഴാണ് ബെസ്റ്റ് തന്നെ കാണാൻ വന്ന കാര്യവും ബെസ്റ്റിന് നല്ല ജോലി കിട്ടി, അവൻ വീട് വാങ്ങാൻ പോവാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പീച്ച് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അനിയത്തി വളരെ സങ്കടത്തിൽ അവരുടെ വിഷൻ ബോർഡിലേക്ക് നോക്കുന്നത് നമുക്ക് കാണാം. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വർഷം തുടങ്ങുമ്പോൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടനും അനിയത്തിയും ലൈഫിൽ ചെയ്യണം, നേടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട് എന്നത്. അപ്പോ എല്ലാവരും വീട് സ്വന്തമാക്കി പോവാണ്, തങ്ങൾക്ക് മാത്രം അത് നേടാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു നിരാശ അവർക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും ആ ഒരു സമയത്താണ് അവിടേക്ക് ഹൗസ് ഓണർ എത്തുന്നത്. വാടക തന്നിട്ട് കുറച്ച് മാസങ്ങളായി, വല്ല ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി അവരെ വരട്ടുമ്പോ ഞങ്ങൾ ഉടനെ തരാൻ, കുറച്ചുകൂടെ ടൈം തരണം എന്നൊക്കെ അവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കുറെ മാസങ്ങളായി എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തായാലും ഒരുവിധം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇവരിയ്ക്കുമ്പോഴാണ് ഒരു ന്യൂസ് അവർ ശ്രദ്ധിക്കുന്നത്. ആ നാട്ടിലെ വലിയൊരു ബിസിനസ് മാൻ മരിച്ചു എന്നതിനെ പറ്റിയുള്ള ന്യൂസ് ആണ്. ഈ വലിയ ബിസിനസ്സുകാരൻ മറ്റാരും അല്ല, നമ്മള് കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ ഹോം, അവന്റെ മുത്തശ്ശനാണ്. അങ്ങനെ മുത്തശ്ശൻ മരിച്ചതിനെ തുടർന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഹോം നേരെ തായ്ലൻഡിലേക്ക് എത്തുന്നു. അവിടെ ഇങ്ങനെ വന്ന് മുത്തശ്ശന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന സമയം ഹോമിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് മുഴുവൻ കുട്ടിക്കാലത്തുള്ള അവന്റെയും മുത്തശ്ശന്റെയും ഒന്നിച്ചുള്ള ജീവിതമാണ്. അവനെ നോക്കി വളർത്തിയത് അവന്റെ അച്ഛനും അമ്മയും ഒന്നുമല്ല, ഈ മുത്തശ്ശനാണ്. അവന്റെ എല്ലാം ആയിരുന്നു ഈ മുത്തശ്ശന്റെ മരണം. അതുകൊണ്ട് തന്നെ അവൻ അത്രയേറെ ഒറ്റപ്പെടലിലും സങ്കടത്തിലും കൊണ്ടുവന്നാക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോഴേക്കും ഹോം വന്നതറിഞ്ഞ് മുത്തശ്ശന്റെ ലോയർ ഹോമിനെ കണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ആ ലോയറിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സങ്കടമൊക്കെ ഉണ്ട് മുത്തശ്ശൻ മരിച്ചതിന് എന്ന് കരുതി ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവന്റെ ഉള്ളിലെ കോഴി സ്വഭാവം ഉണരുന്നുണ്ട്. ആര് ഈ പെൺകുട്ടി എന്നെല്ലാം ലോയറോട് ചോദിക്കുമ്പോൾ ഇതിനി നിങ്ങളുടെ ലോയറായി കൂടെ നിൽക്കാൻ പോകുന്ന അഡ്വക്കേറ്റ് ആണ്, ആളുടെ പേര് ക്യാൻ എന്നാണ്, നിങ്ങളുടെ ലീഗലായ കാര്യങ്ങളൊക്കെ തന്നെ ഇനി ക്യാൻ ആണ് നോക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൻ അപ്പോഴും ക്യാനോട് പഞ്ചാര അടിക്കാൻ നോക്കുന്നുണ്ട്. ക്യാൻ അങ്ങോട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പൊ തന്നെ ഹോമിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് കൂടെ നിൽക്കാൻ പോവുകയാണ് എന്നറിയാവുന്ന ക്യാൻ ഹോമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ശേഖരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അതിന്റെ ഭാഗമായി കളക്ട് ചെയ്ത ഡീറ്റെയിൽസിലൊന്ന് ലാസ്റ്റ് ആയി ഹോമിനെ ചീത്ത വിളിച്ചിട്ട് പോയ ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ഹോമിനെ പറ്റി ചീത്ത പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അമേരിക്കയിൽ ഇരുന്നോണ്ടിട്ട് ആ പോസ്റ്റ് പോലും ഇവിടെയുള്ള ഈ ക്യാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, എന്തിനാ എന്നെ പറ്റി ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഹോം ചോദിക്കുമ്പോൾ ഞാൻ ഇനി സാറിന്റെ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് സാറിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് എന്റെ ആവശ്യമാണെന്ന് ക്യാൻ പറയുന്നു. ഇവളുടെ അടുത്തൊന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അതോടുകൂടി തോന്നുന്ന ക്യാൻ ആകട്ടെ, അല്ല എന്റെ അങ്കിൾ വന്നില്ലേ എന്ന് ലോയറോട് ചോദിക്കുമ്പോഴേക്കും അവിടെ ഒരാൾ എത്തുന്നുണ്ട്. പക്ഷെ മുഖം കാണുന്നില്ല, തലവഴി തുണിയൊക്കെ ഇട്ട് മുടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്റെ അങ്കിൾ ആണെന്ന് കരുതി അവൻ അടുത്തേക്ക് ചെന്ന് അങ്കിളിന് ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ തുണി മാറ്റുമ്പോഴേക്കും അത് അങ്കിൾ ആയിരുന്നില്ല. പെട്ടെന്ന് അവന്റെ അങ്കിൾ പിറകിലൂടെ വന്ന് അവനെ പേടിപ്പിക്കുന്നു. സത്യത്തെ അവൻ നന്നായി പേടിച്ചു പോയിരുന്നു. അങ്ങനെ അവരങ്ങോട്ടും കിട്ടും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാഴ്ച കണ്ട് ക്യാൻ ആകട്ടെ, ഇവര് രണ്ടുപേരും എന്ത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഫാമിലിയിലെ രണ്ടാളുകളാണ് എന്ന് തോന്നത്തേയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവര് മാത്രമല്ല മൂന്നാമതൊരു വെറൈറ്റി ആളും കൂടി ഉണ്ടെന്ന് ലോയർ പറയുമ്പോഴേക്കും അവിടേക്ക് ഒരു ആന്റി അലമുറ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ദേ വന്നല്ലോ വനമാല എന്ന് ലോയറും പറയുന്നു. ഈ വന്നത് മറ്റാരുമല്ല, ഇപ്പൊ മരണപ്പെട്ട മുത്തശ്ശന്റെ മകളാണ്. പറഞ്ഞു വരുമ്പോ ഹോമിന്റെ ആന്റി ആയിട്ട് വരും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇപ്പൊ വന്നിരിക്കുമ്പോ ലോയർ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. വിൽപത്രം വായനയും സ്വത്തൊക്കെ എങ്ങനെ ഭാഗം വെച്ചിരിക്കുന്നു എന്ന് അറിയാനൊക്കെയാണ് ഈ ആന്റി ഒക്കെ എത്തിയിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ മരണപ്പെട്ട മുത്തശ്ശനുമായി ഇവരൊക്കെ ഏതൊക്കെ രീതിയിൽ റിലേറ്റഡ് ആണ് എന്നാണ് ആദ്യമേ പറയുന്നത്. ഒരു ചാർട്ട് വരച്ചാണ് കാണിക്കുന്നത്. ഈ മുത്തശ്ശൻ ആളുടെ വൈഫിനെ വിവാഹം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ വൈഫിന് ഒരു മകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ ആ കുട്ടിയുടെ സ്റ്റെപ്പ് ഫാദറായി മാറി. ആ ഒരു കുട്ടിയാണ് ഈ ഇരിക്കുന്ന ആന്റി. അതായത് മുത്തശ്ശനും ഇവരും സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് ഡോട്ടറുമാണ്. എന്നിരുന്നാലും രണ്ടാനച്ഛൻ എന്ന ആ ഒരു രീതിയിലല്ല മുത്തശ്ശൻ പുള്ളിക്കാരിയെ കണ്ടിരുന്നത്. സ്വന്തം മകളെ പോലെ തന്നെ വളരെ കാര്യമായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു വൈഫിന്റെ മരണശേഷം മുത്തശ്ശൻ മറ്റൊരു കല്യാണം കഴിച്ചു. ആ ഒരു കല്യാണത്തില് മുത്തശ്ശന് 2 പയ്യന്മാരുണ്ടായി. ഒന്ന് ഹോമിന്റെ അച്ഛനും മറ്റേത് ഹോമിന്റെ അങ്കിളും. ഹോമിന്റെ ഈ അങ്കിള് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ആകെപ്പാടെ ഹോം മാത്രമാണ് മുത്തശ്ശന് പേരക്കുട്ടിയായിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ മുത്തശ്ശന് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ എന്ന് പറയാനായിട്ട് ഈ സ്റ്റെപ്പ് ഡോട്ടറും ഈ മകനും ഈ പേരക്കുട്ടി. ഇപ്പൊ ഇവർക്ക് 3 പേർക്കും ഇടയിലാണ് മുത്തശ്ശൻ സ്വത്ത് വീതം വെച്ചിരിക്കുന്നത്. പക്ഷെ സ്വത്ത് എങ്ങനെ വീതം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് മുന്നേ മുത്തശ്ശൻ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാന്ന് പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്യുന്നു. അങ്ങനെ ആ വീഡിയോയിലുള്ളത് മുത്തശ്ശന്റെ ലാസ്റ്റ് വിഷ് അല്ലെങ്കിൽ അന്ത്യാഭിലാഷം എന്നൊക്കെ പറയാം. അതിൽ മുത്തശ്ശൻ പറയുന്നത് മുത്തശ്ശന്റെ പ്രോപ്പർ ആയിട്ട് തന്നെ ഫ്യൂണറലിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. മുത്തശ്ശന്റെ ചിതാഭസ്മം ഈ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് സൂക്ഷിക്കണം. ഈ ചടങ്ങൊക്കെ ചെയ്യേണ്ടത് ഹോം ആയിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കേൾക്കുന്ന ഹോം എന്റെ മുത്തശ്ശന്റെ അവസാന ആഗ്രഹം ഞാൻ തീർച്ചയായും നിറവേറ്റുമെന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം സ്വത്ത് എങ്ങനെയാണ് മുത്തശ്ശൻ വീതം വെച്ചിരിക്കുന്നത് എന്ന് വായിക്കുന്നു. ആദ്യം വായിക്കുന്നത് മുത്തശ്ശന്റെ സ്വന്തം മകനായ ഹോമിന്റെ ഈ അങ്കിൾ ഉണ്ടല്ലോ, പുള്ളിക്കാരനെ എഴുതി വെച്ചിരിക്കുന്ന സ്വത്താണ്. ഈ അങ്കിള് താമസിക്കുന്ന വീട് തന്നെ മുത്തശ്ശന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ആ ഒരു വീടും അതിലുള്ള എല്ലാം തന്നെ അങ്കിളിന് ഇപ്പോ സർവാധികാരത്തില് മുത്തശ്ശൻ കൊടുത്തിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അങ്കിൾ
അങ്കിള് വളരെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം താമസിക്കുന്ന വീട് എന്തായാലും കിട്ടിയല്ലോ, അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ലല്ലോ. ഇപ്പൊ വേറെ ആരുടെയും പേരിൽ അത് എഴുതി വെച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരുന്നല്ലോ എന്ന രീതിയിൽ. അതിനുശേഷം ആ ഒരു സ്റ്റെപ്പ് ഡോട്ടറുടെ സ്വത്ത് വായിക്കുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് അവർക്ക് തുകയായി തന്നെ മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം മകൾ അല്ലാതിരുന്നിട്ടും തനിക്ക് ഇത്രയും നല്ലൊരു കാര്യം അദ്ദേഹം ചെയ്തല്ലോ എന്ന് പുള്ളിക്കാരിയും വളരെ ഹാപ്പി. പക്ഷേ ബാക്കി ഒരുപാട് സ്വത്തുണ്ട് മുത്തശ്ശന്. അതെല്ലാം തന്നെ മുത്തശ്ശൻ ഹോമിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ അവനൊന്നും ഞെട്ടുന്നുണ്ട്. അത്രയേറെ സ്വത്തുണ്ടായിരുന്നു അവന്റെ പേരിൽ മുത്തശ്ശൻ എഴുതി വെച്ചതായിട്ട്. അവനാണെങ്കിൽ ഒരിക്കലും മുത്തശ്ശന്റെ സ്വത്തും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവനീ കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ മറ്റേ സ്റ്റെപ്പ് ഡോട്ടർക്കും മകനും ഒക്കെ മുത്തശ്ശൻ എഴുതി വെച്ചത് വളരെ നിസ്സാരമാണ്. അങ്ങനെ പിന്നീട് നമ്മൾ പീച്ചിനെയും പാങ്ങിനെയും കാണുമ്പോൾ അവരുടെ ഫ്രണ്ടായ ബെസ്റ്റ് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ ഒരു വീട് വാങ്ങാനായി പ്ലാൻ ഇട്ടിരുന്നല്ലോ. ആ ഒരു വീട് പോയി ഇപ്പൊ കാണാണ്. വീടും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബെസ്റ്റ് ഒരു കാര്യം പീച്ചിനോട് പറയുന്നത്. പീച്ചിന് ഇതുപോലെ പ്രേതത്തേക്ക് കാണാൻ സാധിക്കുമെന്നത് വളരെ രഹസ്യമാക്കി പീച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ബെസ്റ്റ് അതെങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് അവന്റെ ഇപ്പോ പീച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് മനസ്സിലാക്കുന്ന പീച്ച് നിനക്ക് എന്താ എന്നെ കൊണ്ട് വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവിടെ ഒരു പ്രേതമുണ്ട്, ഞാൻ അതിനെ ഒരുവിധം മറച്ചു വെച്ചിരിക്കുകയാണ്, നീ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ ഒന്ന് ബെസ്റ്റ് അവിടെ ചെയ്യുന്നു. പീച്ചിന്റെ മുഖം ആകെ മാറുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നീട് നമ്മൾ ഹോമിനെ കാണുമ്പോഴേക്കും തനിക്ക് കുറച്ച് കാശ് കിട്ടിയപ്പോൾ ആന്റിക്ക് സന്തോഷമായെങ്കിലും കുറേ സ്വത്ത് ഹോമിന് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ആന്റിയെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്ക് ഇത്രയും സ്വത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ ഇരുന്ന് പ്രാഗി അവനെ വളരെ ചീത്ത പറഞ്ഞ് അവിടെ ആന്റി കിടന്ന് ഓരോ സീൻ ഉണ്ടാക്കുമ്പോൾ അങ്കിൾ അതിൽ ഇടപെടുന്നു. നിങ്ങൾ എന്റെ അച്ഛന്റെ സ്വന്തം മകള് പോലുമല്ല, സ്റ്റെപ്പ് ഡോട്ടറാ, എന്നിട്ടും ഇത്രയും കാശ് തന്നില്ല, അത് പോരെ, പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ കേടാണെന്നെല്ലാം അങ്കിള് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് വിദേശത്തുള്ള തന്റെ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ഹോമ കേട്ട് അവന് ഇവിടെ കുറെ സ്വത്ത് കിട്ടിയെന്നും എന്തായാലും അവൻ അതും നോക്കി ഇവിടെ നിൽക്കില്ല, തീർച്ചയായും തിരിച്ചു വരൂ എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്കിൾ അവന്റെ അടുത്തേക്ക് എത്തുന്ന ടീം ആ ഒരു കോള് കട്ട് ചെയ്തുകൊണ്ട് അവൻ അങ്കിളിനോട് തന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം മറ്റേ ആന്റി സ്വത്തൊക്കെ ഇവന് കിട്ടിയെന്ന് കണ്ടപ്പോൾ അത്രയും ബഹളം വെച്ചില്ല. അപ്പോൾ അങ്കിളിന് അത് കണക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ താമസിക്കുന്ന ഈ വീട് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് അങ്കിൾ പറയുന്നുണ്ട്. അങ്കിൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് US തന്നെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇവിടെയുള്ള സ്വത്തെല്ലാം വിറ്റിട്ട് പോകാന്നാ എന്റെ പ്ലാൻ, ഞാൻ ഇങ്ങോട്ട് ഇനി വരാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നല്ല അവൻ പറയുമ്പോൾ അവന്റെ ഇഷ്ടം കണക്ക് ചെയ്യാനായി അങ്കിൾ പറയുന്നു. ഈ സമയം ഇവർ സംസാരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ക്യാൻ എത്തുന്നുണ്ട്. ക്യാൻ ആകട്ടെ സ്വത്തൊന്നും അങ്ങനെ എളുപ്പം വിൽക്കാൻ സാധിക്കില്ല, ഒരു പ്രശ്നമുണ്ടെന്ന് ഹോമിനോട് പറയുമ്പോൾ എന്ത് പ്രശ്നമെന്ന് അവൻ ഞെട്ടുന്നുണ്ട്. കാരണം അവൻ ഇവിടെ മുത്തശ്ശന്റെ ചടങ്ങുകൾക്ക് ശേഷം വിദേശത്തേക്ക് ഈ സ്വത്തെല്ലാം വിറ്റ് കിട്ടുന്ന കാശുമായി പോകണം എന്നതാണല്ലോ പ്ലാൻ. അതുകൊണ്ട് തന്നെ അവനൊന്നും ഞെട്ടുന്നുണ്ട്. അങ്കിൾ അപ്പൊ ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ എന്ന് അങ്കിളിനോട് ക്യാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ, നിങ്ങൾ തന്നെ പറയുന്നത് അങ്കിളും പറയുന്നു. ആ സമയത്ത് ക്യാൻ ഒരു വീഡിയോ ഹോമിനെ കാണിക്കുമ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പീച്ചിനെയും പാങ്ങിനെയും ബെസ്റ്റിനെയും ആണ്. ആക്ച്വലി പീച്ചും പാങ്ങും ബെസ്റ്റ് മേടിക്കാൻ സെറ്റ് ചെയ്ത ഒരു വീട് കാണാൻ പോയിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഒരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് ബെസ്റ്റ് എന്തോന്ന് കാണിച്ചിരുന്നു. പക്ഷെ അത് നമ്മൾ അപ്പൊ കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അവിടെ ഒരു കർട്ടൻ മാറ്റുമ്പോൾ ഭിത്തിയിൽ കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യന്റെ കണക്ക് ഒരു രൂപം ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ആ ഭിത്തിയിൽ പതിഞ്ഞിരിക്കുന്ന കണക്ക്. ഇത് ഞാൻ എത്ര തുടയ്ക്കാൻ നോക്കിയാലും അത് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു പ്രേതമുണ്ട്, എന്തോ ഒന്ന് ഇതിന് പിന്നിലുണ്ടെന്നല്ല പറയുന്ന ബെസ്റ്റ് ആയിട്ട് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു തുണിയും കൊണ്ട് അത് തുടച്ചു മാറ്റുന്നുണ്ടെങ്കിലും വീണ്ടും അതേ സ്ഥാനത്ത് അതേ ഒരു ഫിഗർ തന്നെ വരാണ്. ഇത് കണ്ട് പീച്ച് ആകെ പേടിക്കുന്നുണ്ടെങ്കിലും പാങ്ങിന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഒരു അബദ്ധം പറ്റുന്നു. അവളാണെങ്കിൽ ഒരു വ്ളോഗർ അല്ല, അപ്പൊ അവൾ ഇവിടുത്തെ ഹോം ടൂർ എന്ന രീതിയിൽ ഇവിടെ വന്നപ്പോ തൊട്ട് ചുമ്മാ വീഡിയോ പിടിച്ച് നടക്കായിരുന്നു. അതിന്റെ ഇടയിൽ ഈ ഒരു കാര്യവും അവൾ വീഡിയോ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ ലൈവായി തന്നെ അപ്പൊ അപ്ലോഡ് ആവുകയും അവളുടെ വ്യൂവേഴ്സ് ഒക്കെ തന്നെ ലൈവായി അത് കാണുകയും ചെയ്യുന്നുണ്ട്. ഇട നീ ഇതൊന്നും നോക്കണം പറഞ്ഞ പീച്ചിനോട് ആ ഒരു ഫിഗർ നോക്കാനായി സുഹൃത്ത് ആവശ്യപ്പെടുന്നു. പീച്ചിന് അതിലേക്ക് നോക്കാൻ വല്ലാതെ പേടിയാണ്. കാരണം അവന് ഇവര് കാണുന്ന കണക്ക് ജസ്റ്റ് ഒരു കറുത്ത് പാട് കണക്കല്ല അത് തോന്നുക. അവന് ശരിക്കും എന്താണ് അവിടെ ഉള്ളത്, ആ ഒരു പ്രേതത്തെ അവര് കറക്റ്റ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൻ നോക്കാതിരിക്കുമ്പോ ഫ്രണ്ട് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ബെസ്റ്റിന്റെ നിർബന്ധം കൊണ്ട് പീച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവന് കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യന്റെ ബോഡി തൂങ്ങി നിന്ന് എങ്ങനെ നിൽക്കും അതേ കണക്ക് ഒരു രൂപമാണ് അവിടെ കാണുന്നത്. അവൻ പേടിച്ച് അലമുറ ഇടുമ്പോഴേക്കും എന്ത് പറ്റിയടാ, നിനക്ക് ഇവിടെ വല്ലതും കാണാൻ കഴിഞ്ഞൊന്നല്ല ബെസ്റ്റ് പീച്ചിനോട് ചോദിക്കുന്നു. എടാ ദയവ് ചെയ്ത് നീ ഇത് വാങ്ങരുത്, ഇതൊരു പ്രേതാലയാന്ന് പറഞ്ഞ് പീച്ച് ബെസ്റ്റിനോട് പറയുമ്പോഴേക്കും ആ തൂങ്ങി നിന്നിരുന്ന രൂപം താഴേക്ക് ചെരിഞ്ഞ് വീഴുകയും പീച്ചിന്റെ കാലി പിടിച്ച് വലിക്കുകയും ചെയ്യുന്നു. ഈ കാലി പിടിച്ച് വലിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവന് കാണാം ആ ഒരു പ്രേതരൂപം അവന്റെ കാലി പിടിച്ച് വലിക്കുന്നത്. അവൻ ആലമുറ ഇടുമ്പോഴേക്കും വേഗം തന്നെ പാങ്ങും ബെസ്റ്റും കൂടി ചേർന്ന് അവൻ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രേതം പിടിച്ച് വലിക്കുന്നത് കൊണ്ട് തന്നെ അത് അത്ര എളുപ്പമായിരുന്നില്ല. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പബ്ലിക് കാണുന്നു. ചിലരിത് ഇവരുടെ നാടകമാണ്, വ്യൂസ് കിട്ടാനായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കണ്ടേ എന്ന രീതിക്ക് കമന്റ് അടിക്കുമ്പോൾ ചിലരിതില് വളരെയേറെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് വിടുമ്പോഴേക്കും പാങ് അവളുടെ വീഡിയോ അപ്പോഴും സ്ട്രീമിംഗ് ആണെന്ന് കണ്ട് ഈ വീട്ടില് പ്രേതമുണ്ട്, ദയവ് ചെയ്ത് ആരും ഈ വീട് വാങ്ങരുത്, വാങ്ങിയാലും പണി പാളും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഓടുമ്പോഴേക്കും വീഡിയോ ഏതാണ്ട്
വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ആണ് ക്യാൻ ഇപ്പോ ഹോമിനെ കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാല് ബെസ്റ്റ് വാങ്ങാനിരുന്ന വീടൊക്കെ നമ്മുടെ ഹോമിന്റെ മുത്തശ്ശന്റെ പ്രോപ്പർട്ടീസിൽ ഒന്നായിരുന്നു. മുത്തശ്ശന് ഇഷ്ടം പോലെ സ്വത്തൊക്കെ ഉണ്ട്, അതിലൊരു വീടായിരുന്നു അത്. പക്ഷെ ഈ വീട്ടില് പ്രേതബാധയുണ്ടെന്ന് ഈ വീഡിയോയിലൂടെ ഔട്ട് ആയതുകൊണ്ടും വീട് വാങ്ങാനിരുന്ന ബെസ്റ്റ് വീട് വാങ്ങുന്നില്ല എന്ന തീരുമാനം എടുത്തതുകൊണ്ടും ഇപ്പൊ ആ വീട് വാങ്ങാനേ ഈ വീഡിയോ ഔട്ടായ ശേഷം ആരും റെഡി ആവുന്നില്ല. കൂടാതെ മുത്തശ്ശനും ഏതാണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെയാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശന്റെ പ്രേതമാണ് അവിടെ ഉള്ളതെന്ന രീതിക്ക് ആളുകൾക്കിടയിൽ ഒരു സംസാരം പടർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശന്റെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിൽക്കുക എന്നത് എളുപ്പമല്ല എന്ന് ഹോമിനോട് ക്യാൻ പറയുന്നുണ്ട്. ഹോമിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഏതോ 3 തലതെറിച്ച പിള്ളേര് നമ്മുടെ പ്രോപ്പർട്ടി പോയി വീഡിയോ പിടിച്ച് അവരുടെ റീച്ചിന് വേണ്ടി ഓരോ തോന്നിവാസം കാണിച്ചിട്ടിട്ട് പ്രശ്നം മുഴുവൻ നമുക്കല്ലേ. എനിക്കിതിങ്ങനെ വിൽക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കിത് വിറ്റിട്ട് എത്രയും പെട്ടെന്ന് വിദേശത്ത് പോകണം. അതുകൊണ്ട് ഇതിനു വേണ്ടി എന്ത് കാര്യവും ഞാൻ ചെയ്യാൻ റെഡിയാണ്. എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിലുള്ളവരെ പറ്റി ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. എന്നാൽ എനിക്ക് അവരായിട്ട് ഇപ്പൊ ഉണ്ടാക്കി വെച്ച കുരുക്ക് അവരെ കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കുള്ളൂ എന്ന് ഹോം ഉറപ്പിക്കുന്നു. അപ്പോഴേക്കും ഒരുവിധം അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് വീട്ടിൽ പേടിച്ചു വരച്ചിരിക്കുകയാണ് പീച്ചും പാങ്ങും. പീച്ചിനാണ് ഏറ്റവും പേടി. കാരണം അവനല്ല ആ ഒരു ഭയാനകമായ രൂപത്തെ നേരിട്ട് കണ്ടത്. അവനാകെ വിറച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവരുള്ള അപ്പാർട്ട്മെന്റിന്റെ കതക് ഭയങ്കര ശക്തിയിൽ തുറക്കാൻ നോക്കുന്ന ശബ്ദം. ഇവര് അയ്യോ പ്രേതമാണോ എന്ന് കരുതി വീണ്ടും പേടിക്കുന്നു. ഇനി ആ പ്രേതം ഇവരെ അവിടെ നിന്നേ ഫോളോ ചെയ്ത് വന്നാണെന്നൊക്കെ പീച്ച് ആകെ പേടിക്കുമ്പോഴേക്കും കതക് തുറന്ന് ഒരു രൂപം അകത്തേക്ക് വരുന്നു. നോക്കുമ്പോ ഇവർ പേടിച്ച കണക്ക് പ്രേതമല്ല, മറിച്ച് അത് ഹോമാണ്. ഹോമിനെ ഇവർക്ക് അറിയില്ല, പക്ഷെ ഹോമിനെ ഇവരെ അറിയാം. കാരണം ആ വീഡിയോയിലൂടെ തനിക്കുണ്ടായ പ്രശ്നം പരിഹരിക്കാനായി ഹോമാകട്ടെ ഇവരെ തപ്പിപ്പിടിച്ചപ്പോ ഇവിടെ വന്നതാണ്. അങ്ങനെ ഇവരൊരു തട്ടിപ്പ് വീഡിയോ ഉണ്ടാക്കിയതുകൊണ്ട് തന്റെ കച്ചവടവും തന്റെ കാര്യങ്ങളും അവതാളത്തിലായെന്നാണ് ഹോം കരുതുന്നത്. പക്ഷെ പീച്ച് സത്യസന്ധമായും അവിടെ അങ്ങനെ ഒരു പ്രേതത്തെ കണ്ടു തന്നെയാണ് ആകെപ്പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അത് ഹോമിനോട്ട് അറിയയില്ല. അങ്ങനെ ഇവരിവിടെ കൂട്ടിമുട്ടുമ്പോ ശേഷം സംഭവിക്കുന്നത് വളരെ രസകരമായ കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് അറിയാനേ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. അടുത്ത എപ്പിസോഡ് മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. എപ്പിസോഡ് മിസ്സാക്കാതെ കാണാനായി ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും മറക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.